SDPIയുമായുള്ള പരസ്യബന്ധം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ. അമ്പലപ്പുഴയും അരൂരും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ SDPI ഇടതുപക്ഷത്തിനായി പരസ്യമായി വോട്ട് തേടി ഇറങ്ങിയതാണ് CPM പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്കിടയാക്കിയത്. ഒപ്പം നേതാക്കളുടെ പരസ്യ നിലപാട് ചിലയിടങ്ങളിൽ BJP വോട്ടുകൾ UDFിലേക്ക് പോകാൻ കാരണമായെന്നും വിലയിരുത്തലുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശരണ്യ, നേരത്തെ അമ്പലപ്പുഴയിലെ കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അരൂരിലും സമാനമായ തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം മണ്ഡലങ്ങളിൽ SDPI നിലപാടുകൾ LDFിന് അനുകൂലമായിരുന്നു, സംശയമില്ല. അത് പിന്നീട് അവർ പരസ്യമായി പറയുകയും മറ്റും ചെയ്തു. ഇതിപ്പോൾ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. SDPI വിരുദ്ധത മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കിടയിലൊക്കെ ഇത് വല്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റത്തിനായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണോ? രഞ്ജിത്ത്, CPMനകത്ത് ഇതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സാധാരണക്കാരായ അണികൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു. പ്രത്യേകിച്ച് വർഗീയ കക്ഷികൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഇടതുപക്ഷം കൈക്കൊള്ളുന്നത്. ആശയപരമായി ആ ഒരു നിലപാടിൽ നിന്ന് മാറുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടിയായി CPM പ്രവർത്തകർക്കുള്ളിലുള്ളത്. മറ്റൊന്ന്, പലയിടങ്ങളിലുമായി CPM പ്രവർത്തകരും ഒപ്പം തന്നെ SDPI വിഭാഗങ്ങളുമായി നടത്തുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഇടങ്ങളാണ്. പ്രത്യേകിച്ച് അരൂർ എടുക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ, കൊല്ലകടവ് അടക്കമുള്ള പ്രദേശങ്ങൾ, ആലപ്പുഴയിൽ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ, മണ്ണഞ്ചേരി, ഒപ്പം അമ്പലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ CPM ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിൽ പെട്ടെന്ന് നേതൃതലത്തിൽ നിന്ന് SDPയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ വന്നതോടെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ ആലപ്പുഴയിൽ എത്തിയപ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അതിലൊരു മറുപടി പറയാത്ത സാഹചര്യം, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വോട്ട് കിട്ടുകയാണെങ്കിൽ തടയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇതിനകത്ത് ഒരു വലിയൊരു ആത്മസംഘർഷത്തിലേക്ക് CPM പ്രവർത്തകർ എത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് CPM പ്രവർത്തകർക്കുള്ളിൽ വലിയൊരു മാറി ചിന്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായ തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ പറയാം. അതായത് പല മണ്ഡലങ്ങളിലും CPM കരുതുന്ന അവരുടെ കേഡർ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടൽ, ഒരു അനുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് ഈ SDPയുമായുള്ള പരസ്യമായുള്ള ഒരു ബാന്ധവത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് തന്നെയാണ് എന്ന് പറയാം. മറ്റൊന്ന്, പല മേഖലകളിലും പരസ്യമായ SDPI പ്രവർത്തകർ ഇടതുപക്ഷത്തിനായി വോട്ട് തേടി ഇറങ്ങി. എന്നാൽ SDPയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു SDPയുമായുള്ള, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ ലഭിച്ചാൽ വേണ്ട എന്ന് പറയേണ്ട നിലപാട് കൈക്കൊള്ളേണ്ടതില്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് CPM എത്തിയത്, ഇടതുപക്ഷം എത്തിയത്. എന്നാൽ അത് CPM ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾക്കുള്ളിലെ പ്രവർത്തകർക്കുള്ളിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആശയപരമായ മാറ്റമല്ല അത് എന്നുള്ളതായിരുന്നു CPM പ്രവർത്തകർക്കുള്ളിൽ, ഇടതുപക്ഷ പ്രവർത്തകർക്കുള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും അതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിൽ അത് ഉണ്ട്. അമ്പലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ SDPI ബാന്ധവം നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ട ഇടങ്ങളാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സംബന്ധിച്ചും അത്തരം ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടം വന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് പരസ്യമായി ഇത്തരത്തിൽ വോട്ട് തേടുന്നു എന്നുള്ളത്. SDPI പ്രവർത്തകർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി പരസ്യമായി വോട്ട് തേടി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അമ്പലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ കേന്ദ്രീകരിക്കുകയും അത് UDFിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ SDPIയിൽ തന്നെ പൂർണ്ണമായ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് കൂടി വന്നിട്ടുണ്ട്. അതിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഇതര മുസ്ലിം വിഭാഗത്തിലുള്ള, ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ UDFിലേക്ക് വോട്ട് ചെയ്യുന്നതിലേക്ക് ഇത് കാരണമായി, പരസ്യമായി നിലപാട് കാരണമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPMനുള്ളിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ളിൽ ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്കുള്ളിൽ ഈ വോട്ട് കേന്ദ്രീകരണത്തിന് കാരണമായി, മറ്റൊരു വിഭാഗത്തിലേക്ക് വോട്ട് കേന്ദ്രീകരണത്തിന് കാരണമായി ഇത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. റിസൾട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം
CPM ഭയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ഈ നിലപാട് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തി എന്നുള്ളത് ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലും ഒട്ടും ശുഭസൂചകമല്ല CPMന് കാര്യങ്ങൾ എന്നതിൻ്റെ ലക്ഷണം കൂടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.